വിജയ് ചിത്രം ജനനായകന്റെ HD പതിപ്പ് ചോർന്നത് CBFCയിൽ നിന്നല്ല എന്ന വിശദീകരണം. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ നിന്നാണ് സിനിമ ചോർന്നത് എന്ന റിപ്പോർട്ട് അടിസ്ഥാനരഹിതമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഈ ചോർച്ചയിൽ ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ CBFC പറയുന്നത് അത് അവിടെ നിന്നല്ല ചോർന്നതെന്നുള്ള വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്, അല്ലേ? അനൂപ്, രത്ന, ഈ തമിഴ്നാട് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജനനായകന്റെ HD പ്രിന്റ് ലീക്കായത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അതിൽ ഒരു വാദമായിരുന്നു ഈ ഒരു പ്രിന്റ് സെൻസർ ബോർഡിൽ നിന്ന് തന്നെ, CBFCയിൽ നിന്ന് തന്നെ ചോർന്നതാണ്, മനഃപൂർവ്വം ചോർത്തിയതാണ് എന്നുള്ള വാദം കൂടി, റിപ്പോർട്ടുകൾ കൂടി ഉയർന്നിരുന്നു. ഇതാണിപ്പോൾ പരസ്യമായി നിഷേധിച്ചുകൊണ്ട് അത്തരം റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കി സെൻസർ ബോർഡ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സിനിമകൾ സർട്ടിഫിക്കേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന സിനിമകൾക്ക് ഒരു കീ ഡെലിവറി മെസ്സേജ് ഉണ്ടാവും. ആ കീ ഡെലിവറി മെസ്സേജ് സംവിധാനം ഒരു പാസ്വേഡ് നൽകിയാൽ മാത്രമേ ഈ സിനിമ, അതിന്റെ കണ്ടന്റ് CBFC ഉദ്യോഗസ്ഥർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ CBFC വ്യക്തമാക്കിയിരിക്കുന്നത്. ആ മെസ്സേജ് ഉണ്ടാവുക നിർമ്മാതാക്കളുടെ പക്കലാണെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സിനിമയുടെ ഡിജിറ്റൽ സിനിമ പാക്കേജ്, അതായത് സർട്ടിഫിക്കേഷന് വേണ്ടി അന്തിമഘട്ടത്തിൽ എഡിറ്റഡ് ആയിട്ടുള്ള വേർഷൻ നൽകുന്നതിനെയാണ് ഡിജിറ്റൽ സിനിമ പാക്കേജ് എന്ന് പറയുക. അത് കണ്ട് മാർച്ച് 17 തന്നെ നിർമ്മാതാക്കൾക്ക് മുംബൈയിൽ വെച്ച് തിരിച്ചു നൽകി എന്നുള്ളൊരു വിശദീകരണം കൂടിയാണ് ഇപ്പോൾ CBFC വ്യക്തമാക്കിയത്. വിജയ് ചിത്രം ജനനായകന്റെ HD പതിപ്പ് ചോർന്നത് CBFCയിൽ നിന്നല്ലെന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ഈ തമിഴ്നാട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ ചോർച്ചയിൽ വലിയ വാദപ്രതിവാദങ്ങൾ എന്തായാലും നടക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിലും ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.